JR പത്മകുമാർ, വയനാട് ഒഴികെയുള്ള കേരളത്തിലെ ജനങ്ങളെയാണോ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത്? അങ്ങനെ അല്ലല്ലോ. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയുമാണ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. വയനാട് കേരളത്തിൽ തന്നെയാണ് പ്രചരണത്തിന്റെ തുടക്കം. വയനാട് കേരളത്തിൽ തന്നെയാണ്. താങ്കൾക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല. താങ്കൾക്ക് സംശയമുണ്ടോ? നിങ്ങളുടെ പാർട്ടി അധ്യക്ഷനാണ് സംശയം. ഇല്ലല്ല, നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ പാർട്ടി അധ്യക്ഷന് സംശയമുണ്ടോ? അമിത്ഷായുടെ പ്രസംഗം JR പത്മകുമാർ കേട്ടില്ല? കേട്ടിട്ടുണ്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ല, എന്താണ് നിങ്ങൾക്കുള്ള സംശയം? എന്റെ സംശയം, വയനാട് ഒഴികെയുള്ള കേരളത്തിലെ ജനങ്ങളെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത്? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്ക്, കേട്ട ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്? JR, ഇങ്ങനെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് വരുന്നത്? അത് താങ്കൾ തന്നെ പറയേണ്ടതാണ്, പൊതുജനങ്ങളോട് പറയേണ്ടതാണ്. എന്തുകൊണ്ട് താങ്കൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു? അമിത്ഷായ്ക്ക് വയനാട്ടിൽ പച്ചക്കൊടി കണ്ടപ്പോൾ, മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടപ്പോൾ പെട്ടെന്ന് പാകിസ്ഥാനാണെന്ന് തോന്നി? അങ്ങനെ അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി നോമിനേഷനും കൊടുത്തിട്ട് കേരളത്തിൽ, വയനാട്ടിൽ നടത്തിയ പ്രകടനം കണ്ടാൽ പാകിസ്ഥാനിലാണെന്ന് തോന്നുന്നു പറഞ്ഞതിന് കാരണം കോൺഗ്രസിനെ അപ്രസക്തമാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു വന്ന സമയത്ത് മുസ്ലിം ലീഗ് ഉപയോഗിച്ച കൊടി പാകിസ്ഥാന്റെ കൊടിയുമായി സിമിലാരിറ്റി ഉണ്ട്. പാകിസ്ഥാന്റെ പച്ചക്കൊടിയും പാകിസ്ഥാന്റെ കൊടി. അത്രയ്ക്ക് രാഷ്ട്രീയ ബോധമേ ഉള്ളൂ അമിത്ഷായ്ക്ക്. അത്രയ്ക്ക് രാഷ്ട്രീയ ബോധമേ ഉള്ളൂ അമിത്ഷായ്ക്ക് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിനില്ലാത്ത വിഷമം അമിത്ഷായ്ക്ക് ഉണ്ടായെങ്കിൽ അത് കോൺഗ്രസുകാർ വ്യക്തമാക്കിയിട്ടില്ലാണ്. കോൺഗ്രസുകാർക്കില്ലാത്ത വിഷമം അതിൽ BJPക്ക് ഉണ്ടാവേണ്ടതില്ല. നമ്മുടെ വിഷയം ഇതാണ്. ശ്രീ JR പത്മകുമാർ, ഇങ്ങനെയൊക്കെ അമിത്ഷാ പറഞ്ഞ ശേഷം ഇവിടെ വന്ന് നിങ്ങൾക്കൊപ്പമാണ് ഞാൻ എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഇവിടുത്തെ ജനം അത് തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്നാണോ? അല്ല, നിങ്ങൾ സ്മൃതി ഒരു കാര്യം, എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയണം. നിങ്ങൾക്ക് അതിലെന്താ വിഷമം? കോൺഗ്രസിനെ മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്യാൻ പോകുന്നു. മുസ്ലിം ലീഗിൻ്റെ കൊടിയുടെ നിറം പാകിസ്ഥാൻ്റെ കൊടിയുടെ നിറവുമായി സാമ്യമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെന്താ വിഷമം? നിങ്ങൾക്കെന്താ വിഷമം? ഒരു വിഷമത്തിൻ്റെ കാര്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. അല്ലാതെ നിങ്ങൾ പറയൂ. മാത്രമല്ല, ഈ പാകിസ്ഥാൻ്റെ സ്വഭാവം കാണിക്കുന്ന, പാകിസ്ഥാൻ തീവ്രവാദികളുടെ സ്വഭാവം കാണിക്കുന്ന കുറേ നേതാക്കന്മാരെങ്കിലും ലീഗിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു കാലത്ത് പാകിസ്ഥാനിൽ പോയിട്ടുണ്ടോ റിപ്പബ്ലിക് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന മാറ്റണമെന്ന് പറഞ്ഞത്, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്, സ്വാതന്ത്ര്യദിനം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത് രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പോലും അറിയാത്ത നേതാക്കൾ അതാണ് BJPയിലുള്ളത്. നമ്മുടെ ചോദ്യം ഇതാണ്, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച ശേഷം, നിങ്ങളുടെ പാർട്ടി അധ്യക്ഷൻ പ്രസംഗിച്ച ശേഷം ഇവിടെ പ്രധാനമന്ത്രി വന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ്, ഇവിടുത്തെ വിശ്വാസ സംരക്ഷണത്തിനൊപ്പമാണ് എന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞാൽ കേരളം അത് എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ളതാണ്. നിങ്ങൾ എന്നോട് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് കാര്യം പറയുമ്പോൾ നിങ്ങൾക്കെങ്കിലും ബോധ്യം വേണ്ടേ? രാഷ്ട്രീയ പ്രസംഗം നടത്തുമ്പോൾ ഒരു ശൈലിയിൽ അത് പറയും. കാര്യം പാകിസ്ഥാന്റെ കൊടി പോലെ ഇരിക്കുന്നു. കാരണം മുസ്ലിം ലീഗ് ജിന്നയുടെ ലീഗ് തന്നെയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്ത്യയെ വെട്ടിമുറിച്ചത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് ആ ലീഗിന്റെ പിന്തുണച്ച ലീഗ് തന്നെയാണ് ഇന്നും ഉള്ളത്. അത്രയ്ക്ക് നിസ്സാരമാണ് നിങ്ങൾക്ക് ആ പ്രയോഗം. അത്രയ്ക്ക് നിസ്സാരമാണ്. അത്രത്തോളം ഗൗരവമേ നിങ്ങൾ അതിന് കൊടുക്കുന്നുള്ളൂ എന്നാണ്. അത് നിങ്ങൾ തന്നെ വ്യക്തമാക്കിയത് നന്നായി. ശ്രീ JR പത്മകുമാർ, ഞാൻ ചോദിച്ചത്, ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രതികരണം നടത്തിയ ശേഷം പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചിരിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. രാഹുൽ വലിയ കൂറ്റൻ റാലി നടത്തിയ കോഴിക്കോട്. അവിടെ എത്തി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ് പ്രധാനമന്ത്രി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനതയും, ഞാൻ പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനതയും എന്നാണ്. രാഹുൽ ഒളിച്ചോടി വന്നത് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് നിന്നാണല്ലോ. അതായിരുന്നല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രസംഗിച്ചത്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്തു നിന്നും ഒളിച്ചോടി ഇങ്ങോട്ട് വന്നു. അങ്ങനെ വന്ന് ഇവിടെ പ്രസംഗിക്കുമ്പോൾ ആ വാചകത്തിൽ എന്തുകൊണ്ട് മാറ്റം വരുത്തുന്നു? എന്നല്ല അദ്ദേഹം പറഞ്ഞത്.
അല്ല, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. ഭൂരിപക്ഷത്ത് വോട്ടിന് കൺസോൾട്ടേഷനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ന്യൂനപക്ഷത്തിന് കൂടുതൽ വോട്ടുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം വന്നു എന്ന് പറഞ്ഞു. അത് എന്താ തെറ്റ്? കോൺഗ്രസിന് വിശ്വാസമില്ല, മറ്റു മതവിഭാഗങ്ങളെ വിശ്വാസമില്ല, അതുകൊണ്ട് ന്യൂനപക്ഷ കൺസൾട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിലേക്ക് അദ്ദേഹം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്?